Hi, in today's session, we are going to discuss number system. നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് UPSC എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓൾമോസ്റ്റ് 10 ക്വസ്റ്റ്യൻസ് എങ്കിലും പാസ്റ്റ് ഇയേഴ്സിൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സോ ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 20 to 30 റേഞ്ചിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ നമുക്ക് തുടങ്ങാം. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ടൈപ്സ് ഓഫ് നമ്പേഴ്സും പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഇത് എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നതെന്ന് കാണാൻ പോവുകയാണ്. ഓക്കെ, കുറച്ച് തിയററ്റിക്കൽ ആണ്, ബട്ട് സ്റ്റിൽ റെലവെന്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. ഓക്കെ, സോ നമ്പേഴ്സിനെ നമുക്ക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ഇവിടെ ഈ നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് കോംപ്ലക്സ് നമ്പേഴ്സിനെയാണ്. കോംപ്ലക്സ് നമ്പറിനെയാണ് നമ്മൾ നമ്പേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ അറിവ് വെച്ച് ഏറ്റവും ബിഗ്ഗസ്റ്റ് സെറ്റ് ഓഫ് നമ്പർ ആണ് കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ കോംപ്ലക്സ് നമ്പറിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സ് നമ്പറിനെ a പ്ലസ് ഐ ഡി എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ a എന്ന് പറയുന്നതാണ് റിയൽ പോർഷൻ, b എന്ന് പറയുന്നതാണ് ഇമാജിനറി പോർഷൻ. ഈ i എന്ന് പറയുന്നത് i ഈക്വൽ ടു റൂട്ട് ഓഫ് -1. സോ ഇമാജിനറി നമ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ഇക്വേഷൻസിനും റിയൽ നമ്പേഴ്സ് സൊല്യൂഷൻ കിട്ടണമെന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഇമാജിനറി നമ്പേഴ്സ്. ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഡെപ്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് തന്നെ നിൽക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ് എന്താണ്? നമുക്കൊരു നമ്പർ ലൈൻ അറിയാം അല്ലേ? നമ്പർ ലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്പേഴ്സിനെ എല്ലാം കൂടി നോട്ട് ചെയ്യുന്നത്, അതായത് 0, ഇവിടെ 1, 2 അങ്ങനെ പോയി അങ്ങ് ഇൻഫിനിറ്റിയിലോട്ട് കിടക്കുന്ന നമ്പർ ലൈനും ഇവിടെ -1, -2 അങ്ങനെ പോയി. അങ്ങനെ ഈ നമ്പർ ലൈനിൽ ഡിനോട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു വാല്യൂ ഉള്ള നമ്പറിനാണ് റിയൽ നമ്പർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 1 ഒരു റിയൽ നമ്പർ ആണ്. ഓക്കെ, അതുപോലെ തന്നെ 2.18523 4 അങ്ങനെ നീണ്ടു നമ്പർ നടക്കുന്ന വാല്യൂസും റിയൽ നമ്പർ ആണ്. കാരണം അത് നമുക്ക് നമ്പർ ലൈനിൽ എവിടെയെങ്കിലും റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഈവൻ ദോ ഹ്യൂമൻലി പോസിബിൾ അല്ലെങ്കിലും നമുക്ക് നമ്പർ ലൈൻ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സോ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ആണ്. ഓക്കെ, ഈ റിയൽ നമ്പേഴ്സിനെ നമ്മൾ റാഷണൽ നമ്പേഴ്സ് ആയിട്ട് ഇറേഷണൽ നമ്പേഴ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമുക്ക് P/Q ഫോമിൽ എഴുതാൻ പറ്റും. ഈ P-യും Q എന്ന് പറയുന്നത് ഇൻറ്റിജേഴ്സ് ആട്ടോ. പ്ലസ് ഈ Q എന്ന് പറയുന്ന ഒരിക്കലും 0 ഈക്വൽ ആകാൻ പാടില്ല. കാരണം 0 ഡിനോമിനേറ്റർ ആയിട്ട് വരുമ്പോൾ നമുക്ക് അതിന് ഒരു കൃത്യമായ വാല്യൂ പറയാൻ പറ്റത്തില്ല അല്ലേ? അതൊരു ഇൻഫിനിറ്റ് നമ്പർ ആയി പോകും. സോ റാഷണൽ നമ്പേഴ്സിന് P/Q ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. വെയർ അതിന്റെ ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആവാൻ പാടില്ല. ഇറാഷണൽ നമ്പർ എന്താ? അതിനെ നമുക്ക് P/Q ഫോമിൽ എഴുതാൻ പറ്റത്തില്ലാത്ത നമ്പേഴ്സിനാണ് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് പറയുന്നത്. സോ ഈ ഇറാഷണൽ നമ്പേഴ്സിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ആദ്യം സർട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള √3, √2 അങ്ങനത്തെ നമ്പേഴ്സിനാണ് സർട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്പെഷ്യൽ നമ്പേഴ്സ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന വോളിയം ഒക്കെ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന പൈ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 3.14. നമുക്കറിയാല്ലേ, അത് ഒരു ചെയിൻ ഓഫ് സംഖ്യാസ് അതിന്റെ പുറകിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓയിലസ് നമ്പർ പറഞ്ഞാൽ നമ്മൾ ലോഗിനകത്തൊക്കെ യൂസ് ചെയ്യുന്ന നമ്പർ അത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2.71 അങ്ങനെ. സോ ഇൻറേഷണൽ നമ്പേഴ്സിനെ ക്ലാസിഫിക്കേഷൻ നോക്കുന്നുണ്ട്. ഇനി നാഷണൽ നമ്പേഴ്സിലേക്ക് വരുമ്പോൾ അവരെ 3 ആയിട്ട് നമുക്ക് പറയാം: ഇൻറ്റിജേഴ്സ്, ഫ്രാക്ഷൻസ്, ഡെസിമൽസ്. ഇൻറ്റിജേഴ്സ് അവിടെ നിൽക്കട്ടെ, നമുക്ക് ഫ്രാക്ഷൻസിനെ കുറിച്ച് പറയാം. ഫ്രാക്ഷൻസിനകത്ത് നമുക്ക് 3 ടൈപ്പ് ഉണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് പ്രോപ്പർ ഫ്രാക്ഷൻസ്, improper fractions, improper, and we have mixed. ഓക്കെ, പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെക്കാട്ടി ചെറുതായിരിക്കണം. അതായത് ഫോർ എക്സാമ്പിൾ 2/5. ഇവിടെ 5 അല്ലേ വലുത്, താഴെയുള്ള സംഖ്യയല്ലേ മേളിലുള്ള സംഖ്യയിലായിട്ട് വലുത്.
അതിനാണ് പ്രോപ്പർ ഫ്രാക്ഷൻസ് പറയുന്നത്. അതായത് താഴെയുള്ള സംഖ്യ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെക്കാട്ടി ചെറിയ വാല്യൂ ആയിരിക്കും. ഇനി ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ തിരിച്ച് അതിന്റെ ഓപ്പോസിറ്റ്, ഡിനോമിനേറ്റർ ചെറുതും ന്യൂമറേറ്റർ വലുതുമായിരിക്കും. ഫോർ എക്സാമ്പിൾ 3/2 is an improper fraction. ഇനി മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ, നമ്മളൊരു ഫുൾ നമ്പറും അതിൻ്റെ കൂടെ ഫ്രാക്ഷൻസ് കൂടെ ഇടുന്നതാണ്. ഈ 3.5 നമുക്ക് എങ്ങനെ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ പ്രോപ്പർ ഫ്രാക്ഷൻ ആയിട്ട് മാറ്റിയെടുക്കാം? നമ്മൾ ഈ 3നെ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്താ 6ന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യണം, 7. എന്നിട്ട് ഇതിനെ എടുത്ത് താഴോട്ടില്ല, ഡിനോമിനേറ്റർ എടുത്ത് താഴോട്ടില്ല. സോ ഇതാണ് പ്രോപ്പർ, ഇംപ്രോപ്പർ ആൻഡ് മിക്സഡ് ഫ്രാക്ഷൻസ്. ഓക്കെ, ഇനി ഡെസിമൽസിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ഡെസിമൽസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കൊരു കംപ്ലീറ്റ്ലി ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഹോൾ നമ്പറോ നാച്ചുറൽ നമ്പറോ കിട്ടണമെന്ന് ഫുൾ നമ്പർ കിട്ടണമെന്നില്ല. എന്നപ്പോൾ അതിന്റെ ബാക്കി വരുന്ന മീൻസ് അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് ഡെസിമൽസ്. ഡെസിമൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇപ്പം 2.56 ഇതൊരു ഡെസിമൽ നമ്പറാണ്. ഓക്കെ, ഈ ഡെസിമൽസിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ടെർമിനേറ്റിംഗ് ഡെസിമൽസ്. ടെർമിനേറ്റിംഗ് ഡെസിമൽസ് എന്ന് പറയുമ്പോൾ ടെർമിനേറ്റിംഗ് ഡെസിമൽസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ 2.56 പറഞ്ഞത് പോലെ ആ 6 എന്ന് പറയുന്ന ഡിജിറ്റിലായപ്പോഴേക്കും അതിന്റെ വാല്യൂ അവിടെ എൻഡ് ചെയ്തെടുക്കും അല്ലേ. അത് കഴിഞ്ഞിട്ട് വേറെ നമ്പേഴ്സ് ഒന്നും ഇല്ലല്ലോ. 2.566 അവിടെ എൻഡ് ചെയ്തു ആദ്യ വാല്യൂ. ഇനി നോൺ ടെർമിനേറ്റിംഗ്, അടുത്ത ക്ലാസിഫിക്കേഷൻ നോൺ ടെർമിനേറ്റിംഗ്. ഇതിന്റെ ഓപ്പോസിറ്റ് നോൺ ടെർമിനേറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താ പറയാ, നോൺ ടെർമിനേറ്റിംഗ് എന്ന് പറയുമ്പോൾ 3.333 അങ്ങനെ 3 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത്. ഓക്കെ, ഇവിടെ നമുക്ക് ഇതിനെ വേറൊരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. 3 പോയിന്റ് ഏത് സംഖ്യയാണോ റിപ്പീറ്റ് ചെയ്യണം അതിന്റെ മുകളിൽ ഒരു വരവശം ഉണ്ടാകും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം 2.565656 എന്ന് പറഞ്ഞ് ഇങ്ങനെ എൻഡ് ചെയ്യാതെ പോവാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, 2.56 അതിന്റെ മുകളിൽ. ഓക്കെ, ഇത്രയാണ് ക്ലാസിഫിക്കേഷൻസ്. ഇനി നമുക്ക് ഇന്റിജേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ഇന്റിജേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് അവരുടെ നെഗറ്റീവ് നമ്പേഴ്സ് ആയിട്ടും ഹോൾ നമ്പേഴ്സ് ആയിട്ടും തിരിക്കാം. ഓക്കെ, നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്പറിന്റെ ഫ്രണ്ടിൽ നെഗറ്റീവ് സൈൻ ആണ്, -1 -2 എക്സെട്ര. ഇനി ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് 0 1 2 എക്സെട്ര. ഇതാണ് ഹോൾ നമ്പേഴ്സ്. നമുക്ക് ഹോൾ നമ്പേഴ്സിനെ എങ്ങനെയൊക്കെ തിരിക്കാം, ഒന്ന് നമുക്ക് 0യും പിന്നെ ബാക്കി വരുന്ന നമ്പേഴ്സിനെ സംഖ്യകളെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്നതാണ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, അതായത് 1 2 1 വെച്ച് സ്റ്റാർട്ട് ചെയ്യും, മീൻസ് 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. 0നെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഹോൾ നമ്പേഴ്സിന്റെ ബാക്കി വരുന്നതാണ് നാച്ചുറൽ നമ്പേഴ്സ്. ഇനി നമ്മൾ ഇന്റിജേഴ്സിൽ ഇനിയുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഓഡും ഈവനും ആണ്. ഓക്കെ, നമുക്കറിയാം ഓഡ് ഈവൻ എന്താണ്. ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ, -1 1 അങ്ങനെ. ഇനി ഈവൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോഴോ 2 4. അതിൻ്റെ അർത്ഥം എന്താണ്, ഈവൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 വെച്ച് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 2. പക്ഷെ ഓഡ് നമ്പേഴ്സോ ദേ ആർ നോട്ട് ഡിവിസിബിൾ ബൈ 2. ഇപ്പോൾ 7 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് എന്താണ്, നമുക്കൊരു ഒരു പ്രോപ്പർ നമ്പർ കിട്ടത്തില്ല. 3.5 എന്നുള്ള നമ്പർ എനിക്ക് കിട്ടുക. ഓക്കെ, നമുക്കൊരു ഇൻഡിജർ അല്ല അവിടെ കിട്ടുന്നത്, ഡെസിമൽ നമ്പർ ആണ് കിട്ടുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ എക്സ്പ്രഷൻ ആണ്. ഓഡ് നമ്പറിനെ എങ്ങനെ ജനറലൈസ് ചെയ്ത് എഴുതാൻ പറ്റും, 2n - 1 എന്നാണ് n. ഈ n-ന് നമുക്ക് ഏത് കാര്യമാണെങ്കിലും അസൈൻ 0 ആവാം, 1 ആവാം, 2 ആവാം, അങ്ങനെ. നമുക്ക് ഓഡ് നമ്പേഴ്സിനെ 2n + 1 തന്നെ എഴുതാം, പക്ഷെ കുറച്ചുകൂടെ ആക്യുറേറ്റ് 2n - 1 ആണ്. ഓക്കെ, നമ്മൾ ഈ n-ന് 2 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുത്താൽ ഏതായിരിക്കും ഓഡ് നമ്പർ വരാൻ, 2 × 2 - 1 വിച്ച് ഈസ് 4 - 1 = 3. 3 ഒരു ഓഡ് നമ്പർ ആണ്. ഓക്കെ, സിമിലർലി ഈവൻ നമ്പറിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, ഈവൻ നമ്പർ എന്ന് പറയുന്നത് 2n.
ഓക്കെ, 2ന്റെ ഡിവിസിബിൾ ആണല്ലോ, നമുക്ക് 2ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് തന്നെ അത് എഴുതാൻ പറ്റും. ഇനി നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈവൻ നമ്പേഴ്സിന്റെയും ഓൺ നമ്പേഴ്സിന്റെയും പ്രോപ്പർട്ടി. ഒരു പ്രോപ്പർട്ടി എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഈ ചാർട്ട് ശ്രദ്ധിച്ചേ, നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. സോ ഇറ്റ് ഈസ് എ സിമ്പിൾ തിങ്. ഇനി ഈവൻ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നുള്ള കാര്യങ്ങൾ ഇത് നമ്മൾ പറയാൻ കാരണം UPSC എക്സാമിന് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ഈ പ്രോപ്പർട്ടീസ് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളിത് പറയുന്നത്. ഓക്കെ, നോക്കിക്കേ, ഈവൻ പ്ലസ് ഈവൻ, അതായത് 4 ഒരു ഈവൻ നമ്പറാണ്, 2 മറ്റൊരു ഈവൻ നമ്പറാണ്, അതിൽ നമ്മൾ സം എന്ന് പറയുന്നത് വേറൊരു ഈവൻ നമ്പർ ആയിരിക്കും. നെക്സ്റ്റ് വൺ നോക്കിക്കേ, ഈവൻ നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് അത് 4 - 2 വിച്ച് ഇസ് 2. ഇനി നെക്സ്റ്റ് വൺ നോക്കി, ഓഡ് പ്ലസ് ഓഡ്, അതായത് 7 + 3 10 അല്ലേ വന്ന്, അതൊരു ഈവൻ നമ്പർ വന്ന് അല്ലേ. ഇനി 7 - 3 മൈനസ് ചെയ്താലോ ഒക്കെ 4 കിട്ടും. ഇനി ഓഡ് പ്ലസ് ഈവൻ, അതായത് 7 + 4 = 11 കിട്ടും. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, ഓഡ് മൈനസ് ഈവൻ. ഓഡ് എന്ന് പറയുമ്പോൾ 7 എഴുതി, മൈനസ് ഈവൻ എന്ന് പറയുമ്പോൾ 4 എഴുതി. Again we get odd. ഇനി ഈവൻ ഇൻറ്റു ഈവൻ, 2 × 4 is 8. ഇനി നോക്കിക്കേ, ഈവൻ ഇൻറ്റു ഓഡ് ചെയ്ത് നോക്കിക്കേ, 2 × 7 which is 14. ഇനി ഓഡ് ഇൻറ്റു ഓഡ് വരുമ്പോൾ 3 × 7 that is 21. ഓക്കെ, ഈ ടേബിള് മനപ്പാട് നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഈ രീതിയിലും ചിന്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്കിനി കുറച്ച് ടൈപ്പ് ഓഫ് നമ്പേഴ്സ് കൂടെ പഠിക്കാനുണ്ട്. അതിന്റെ ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നമ്പറാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. പ്രൈം നമ്പേഴ്സ് എന്താ നോക്കാം. ഓക്കെ, സപ്പോസ് നമ്മൾ 1, 2, 3, 4, 5 and 6 എഴുതി. ഇനി ഇവരുടെ ഫാക്ടേഴ്സ് നോക്കാം. 1ന്റെ ഫാക്ടർ ഏതാ? 1 തന്നെ. 2ന്റെ ഫാക്ടറോ? 1 ഉണ്ട്, 2 ഉണ്ട്. ഈ 3യുടെ ഫാക്ടർ നോക്കിക്കേ, 1 വരും, 3 വരും. 4ന്റെയോ? 1 ഉണ്ട്, 2 വെച്ച് ഡിവിസിബിൾ ആണ്, 4 വെച്ച് ഡിവിസിബിൾ ആണ്. ഓക്കെ, 5ഓ? 1 വെച്ച് ഡിവിസിബിൾ ആണ്, 5 വെച്ച് ഡിവിസിബിൾ ആണ്. 6 നോക്കിക്കേ, 1 വെച്ച് ഡിവിസിബിൾ ആണ്, 2 വെച്ച് ഡിവിസിബിൾ ആണ്, 3 വെച്ച് ഡിവിസിബിൾ ആണ്, 6 വെച്ച് ഡിവിസിബിൾ. ഇതിൽ എഴുതിയിരിക്കുന്നതിന് എക്സാക്ട്ലി 2 ഫാക്ടേഴ്സ് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാ? 2 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്, 5 വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഇനി അവരിൽ നോക്കിക്കേ, അവരുടെ ഒരു ഫാക്ടർ 1 ആണ്, പിന്നെ ഉള്ള ഫാക്ടർ എന്ന് പറയുന്നത് ആ നമ്പർ തന്നെയാണ്. ഓക്കെ, ഇങ്ങനത്തെ നമ്പേഴ്സിനാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ ഫാക്ടർ എന്ന് പറയുന്നത് 1ഉം പിന്നെ അവർ തന്നെയായിരിക്കും. ഇതാണ് പ്രൈം നമ്പേഴ്സ്. അങ്ങനെയാണെങ്കിൽ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത് പ്രൈം നമ്പേഴ്സിന്റെ ഓപ്പോസിറ്റ്. 2 കൂടുതൽ ഫാക്ടേഴ്സ് ഉള്ള നമ്പറാണ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. അതായത് ഇവിടെ 4ഉം 6ഉം ഉള്ളതുപോലെ. ഓക്കെ, ഇനിയുള്ള പെർഫെക്റ്റ് നമ്പേഴ്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഇതങ്ങനെ അധികം ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല എങ്കിലും മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, നമ്മളിവിടെ 6 ഉണ്ടല്ലേ, ഈ 6നകത്ത് നിന്ന് 6നെ ഒഴിവാക്കിയിട്ട് ബാക്കി ഈ 3 ഫാക്ടേഴ്സിനെ ആഡ് ചെയ്ത് നോക്കിക്കേ, നമുക്ക് എന്ത് കിട്ടും? 6 തന്നെ കിട്ടും അല്ലേ. ഇങ്ങനത്തെ നമ്പേഴ്സിനാണ് പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. 1 ഡിജിറ്റ് നമ്പർ ആയിട്ട് 6 ആണ് ഇതിനകത്തുള്ളത്, 2 ഡിജിറ്റ് നമ്പർ ആയിട്ട് 28 ഒരു പെർഫെക്റ്റ് നമ്പറാണ്. ഇവിടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫാക്ടേഴ്സിനെ എടുത്തിട്ട് അതിനുള്ള റെസിപ്രോക്കൽ ആഡ് ചെയ്യുക. അതായത് 1/1 + 1/2 + 1/3 + 1/6 = 6 + 3 + 2 + 1/6 which is 12/6 which is 2. ഒരു റെസിപ്രോക്കലിന്റെ സം എന്തായിരിക്കും? 2 ആയിട്ട് കിട്ടും. ഇത് 28ന്റെ ഫാക്ടേഴ്സ് എടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. മനസ്സിലാവും അതിന് 2 തന്നെയാണ് കിട്ടുക എന്നുള്ളത്. ഇത് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ, ഇനി ട്വിൻ പ്രൈം എന്താണെന്ന് നോക്കാം. ട്വിൻ പ്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 നമ്പേഴ്സ് തന്നിരിക്കും. ഓക്കെ, 11ഉം 13.
ഇവരെ നമുക്ക് ട്വിൻ പ്രൈം എന്ന് എപ്പോൾ വിളിക്കാൻ പറ്റും? ഫസ്റ്റ് ഇവർ രണ്ടുപേരും പ്രൈം നമ്പേഴ്സ് ആയിരിക്കും. പ്ലസ് ഇവരുടെ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. 13 - 11 എന്താണ്? 2 അല്ലേ? ഇവരാണ് ട്വിൻ പ്രൈം എന്ന് വിളിക്കാം. ഇത് നോക്കിക്കേ. ഇനി എന്താണ് കോ പ്രൈം നോക്കുക. 7, 9. 7ഉം 9ഉം പ്രൈം നമ്പേഴ്സ് ആണോ? 9 പ്രൈം നമ്പർ ആണോ? അല്ല. അതൊരു കോമ്പോസിറ്റ് നമ്പർ ആണ്. 3 × 3 വരും. 9ന്റെ ഫാക്ടേഴ്സ് ഒക്കെ 1 ഉണ്ട്, 9 ഉണ്ട്, 3 ഉണ്ട്. ഓക്കെ. പക്ഷേ 7 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 7ന്റെ കൂടെ നിൽക്കുമ്പോൾ ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു കോമൺ ഫാക്ടർ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് അവരെ കോ പ്രൈം എന്ന് വിളിക്കും. അതേസമയം വേറൊരു എക്സാമ്പിൾ നോക്ക്. 5ഉം 15ഉം രണ്ട് ഓഡ് നമ്പേഴ്സ് ആണ്. 5 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണ്. 15 എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്. പ്ലസ് ഈ 5ന്റെ മൾട്ടിപ്പിൾ ആണ് 15. സോ ഇവരെ നമുക്ക് കോ പ്രൈം എന്ന് വിളിക്കാൻ പറ്റില്ല. ഇതാണ് ബാക്കിയുള്ള ടൈപ്പ് ഓഫ് നമ്പേഴ്സ്. ഇനി നമ്മൾ ഇത്ര നേരം പഠിച്ച തിയറി പോർഷൻസ് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 2020 ചോദിച്ച ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. The recurrent decimal representation 1.272727 etc. is equivalent to ഇതിന്റെ ഫ്രാക്ഷൻ ഫോം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമ്മൾ ആദ്യമേ ഈ നമ്പറിനെ എക്സ് എന്ന് വിളിക്കുക. 1.2727 റിപ്പീറ്റ് ആണ്. അപ്പൊ അതിന്റെ മേളിൽ നമ്മൾ ബാലടിച്ചു. ഓക്കെ, എല്ലാ ചെസ്സിലും ആർട്ടിസിലും അത് ഈ സൈഡിലും ഈ രണ്ട് സൈഡിലും നമ്മൾ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈങ് വിത്ത് 100 we get 100x equal to 127.27. ഡെസിമൽ പോയിന്റ് ബാക്കിലോട്ട് മാറും 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ഇനി 127.27 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 126 പ്ലസ് 1.27 എന്ന് എഴുതി കൂടെ. അതായത് നമുക്കിവിടെ എക്സിനെ എങ്ങനെയും പുറത്ത് ചാടിക്കണം. ഇതല്ലേ നമ്മുടെ എക്സ്. ഈ എക്സിനെ എങ്ങനെയാണ് പുറത്ത് ചാടിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പരിപാടി ചെയ്തത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ എക്സ് 100x - x ഈക്വൽ ടു 126 എന്ന് കിട്ടത്തില്ലേ? അപ്പൊ 99x ഈക്വൽ ടു 126 implies x equal to 126 divided by 99. ഇത് നമുക്ക് 9 വെച്ച് കട്ട് ചെയ്യാം. 11 ഇവിടെ എന്താ വരിക? 12 ഒരു പ്രാവശ്യം, ബാക്കിയുള്ള 36 4 പ്രാവശ്യം. സോ നമുക്ക് വേണ്ടുന്ന ആൻസർ ഉണ്ടോ? 14/11. ഓക്കെ, മനസ്സിലായെന്നായിരുന്നു. ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പൊ ഓപ്ഷൻ ബി. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കിക്കേ, എന്നിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഒന്ന് ശ്രമിച്ചു നോക്കാം. വീഡിയോ പോസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നോണ്ട് ശ്രമിച്ചു നോക്കാം. ഓക്കെ, so consider two statements S1 and S2 followed by a question. S1 statement number 1 പറയുന്നത് P and Q both are prime numbers. Statement 2 പറയുന്നത് P plus Q is an odd integer. Question എന്താണ്? Is P and Q an odd integer എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 1 വെച്ചിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യന് ആൻസർ പറയാൻ പറ്റുമില്ല നമ്മൾ നോക്കട്ടെ. കാരണം നമ്മൾ ഓപ്ഷൻസ് നോക്കിക്കേ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രം മതിയോ ഇത് ആൻസർ ചെയ്യാൻ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് മാത്രം മതി ഇത് ആൻസർ ചെയ്യാൻ? അല്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഒരുമിച്ച് ഇത് ആൻസർ ചെയ്യാൻ വേണോ? വീണ്ടും രണ്ട് സ്റ്റേറ്റ്മെന്റ് മാത്രം പോരാ, ഇനി അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് കൂടെ ഉണ്ടെങ്കിൽ ഇത് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, സോ ആദ്യത്തെ സെന്റൻസ് നോക്കി. P and Q both are prime numbers. ഓക്കെ, പ്രൈം നമ്പേഴ്സ് ഇപ്പൊ 7ഉം 11 എടുത്തു, രണ്ടും പ്രൈം നമ്പേഴ്സ് ആണ്. വേറെ പ്രോഡക്റ്റ് എന്താണ്? 7 × 11 77. ഓക്കെ, അതൊരു ഓഡ് ഇൻഡിജർ ആണ്. പക്ഷേ ഇവിടെ ഓഡ് ഇൻഡിജർ ആവാതിരിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ഈ പ്രൈം നമ്പറിന്റെ കൂടെ ഒരു ഈവൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ അതൊരു ഓഡ് ഇൻഡിജർ ആവാതിരിക്കത്തുള്ളൂ.
നമുക്ക് ആ കൂടെ ഉള്ള ഒറ്റ ഈവൻ പ്രൈം നമ്പർ ഏതാ 2. ആ 2നെ ഈ 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ നമുക്ക് കിട്ടും? ഈവൻ നമ്പർ കിട്ടത്തില്ലേ? സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടി. സോ ആ ഒരു ഓപ്ഷൻ എഴുതി എ. അതാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന്റെ അതാണ് നമ്മൾ മീനിങ് മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ നമ്മൾ ആ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇനിയുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ പഠിച്ച മീനിങ്സ് വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ സെഷനിൽ നമ്മൾ ടൈപ്സ് ഓഫ് നമ്പേഴ്സ് പറഞ്ഞു, ഓഡ് ആൻഡ് ഈവൻ നമ്പേഴ്സിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു, പിന്നെ പ്രൈം നമ്പേഴ്സ് എന്താ, കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്താണെന്നും ഡിസ്കസ് ചെയ്തു. നമ്മൾ ഇതിന്റെ എല്ലാം റെലവൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.